ഹലോ നമസ്കാരം. ദേവ് ഫാമിലി വ്ളോഗ്സിലെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് തുടരും എന്ന് പറയുന്ന സിനിമയുടെ മോഹൻലാൽ, ശോഭന എന്നിവർ ചേർന്ന് അഭിനയിച്ച തുടരും എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തു രാവിലെ തന്നെ. എമ്പുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ന്യൂസുകളും അപ്ഡേറ്റുകളും വന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ എല്ലാ കളക്ഷൻ റെക്കോർഡുകളെയും ഭേദിച്ചുകൊണ്ട് എമ്പുരാൻ മുന്നേറുകയാണ്. ബുക്കിങ്ങിനോട് ചേർന്ന് തന്നെ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ തന്നെ നേടിയെടുക്കാൻ സാധിച്ചുള്ള എമ്പുരാൻ ഇറങ്ങുന്ന അതേ സമയം തന്നെ, അതേ ദിവസം തന്നെ, നാളെ 27 മാർച്ചിന് തുടരും എന്ന് പറയുന്ന മോഹൻലാലിന്റെ മറ്റൊരു മൂവി കൂടി റിലീസ് ചെയ്യപ്പെടുകയാണ്. ഇന്ന് തുടരും എന്ന മൂവിയുടെ ഒരു ട്രെയിലർ റിലീസ് ചെയ്യുകയുണ്ടായി. രജപുത്ര വിഷ്വൽസ് ആണ് ആ ട്രെയിലർ റിലീസ് ചെയ്തത്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും, മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയുടെ നമ്മൾ കണ്ടതാണ് എമ്പുരാൻ ഏതൊരു രീതിയിലാണ് മൂവ് ചെയ്യുന്നത്, അതിൽ തികച്ചും വ്യത്യസ്തമായിട്ട് മോഹൻലാലിന്റെ മറ്റൊരു മുഖവും മറ്റൊരു ജീവിത രീതിയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു 80 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 90 കാലഘട്ടത്തിൽ മോഹൻലാൽ അഭിനയിച്ച, ശോഭനയുമായി ചേർന്ന് അഭിനയിച്ചിട്ടുള്ള സിനിമകളുടെ ഒരു തുടർക്കഥ എന്ന പോലെ, അല്ലെങ്കിൽ നമുക്കൊക്കെ മനസ്സിലേക്ക് ഓർമ്മകൾ കടന്നു വരുന്ന നിമിഷങ്ങളാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നാടോടിക്കാറ്റും മറ്റുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എത്ര മനോഹരമായ നിമിഷങ്ങൾ, എത്ര മനോഹരമായ ഗാനങ്ങൾ ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുണ്ടായിരുന്ന അതേ സിനിമയെ പോലും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ സിനിമയാണ് തുടരും എന്ന് നമുക്ക് അതിന്റെ ആ ഒരു ട്രെയിലറിൽ നിന്ന് കാണാൻ സാധിക്കും. ഇത് രജപുത്ര പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ശ്രീമതി ചിപ്പിയുടെയും അതുപോലെ രഞ്ജിത്തിന്റെയും ഒക്കെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ മൂവിയുടെ ട്രെയിലർ കാണുന്ന നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രാമ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച അല്ലെങ്കിൽ നടക്കുന്ന ഒരു കഥയാണ്. നമുക്കത് ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകും, തൊടുപുഴയുടെ ദൃശ്യഭംഗി അതേ രീതിയിൽ തന്നെ ചിത്രീകരിച്ചെടുത്തിരിക്കുന്ന ഒരു മനോഹരമായ ചിത്രമാണ് തുടരും. മോഹൻ സാറിന്റെ ഈ ചിത്രം എമ്പുരാനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ എമ്പുരാൻ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരും എന്ന് ഉറപ്പുള്ളപ്പോൾ തന്നെ തുടരും അതിന്റെ മറ്റൊരു വശമായി കാണാൻ സാധിക്കും. അത് തീർച്ചയായും ഒരു വിജയമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് നോക്കാം, ഇന്ന് രജപുത്ര വിഷ്വൽ മീഡിയ പുറത്തുവിട്ട തുടരും എന്ന സിനിമയുടെ ട്രെയിലറിനെ പറ്റി. ആ ട്രെയിലർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് കണ്ടു നോക്കാം. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. കേട്ടോ, നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് പഴയ നമ്മളുടെ ഗുരുനാഥന്മാരുടെ മുഖമാണ് കടന്നു വരിക. ഞങ്ങളെയൊക്കെ പണ്ട് ചെറുപുഴ JNUP സ്കൂളിൽ കണക്ക് പഠിപ്പിച്ച സോമദാൻ മാസ്റ്ററേയും മറ്റും ഇപ്പോൾ ഓർമ്മിച്ചു പോവുകയാണ്. മാഷ് ഇന്ന് ജീവിച്ചിരിപ്പില്ല. മാഷിന്റെ മുമ്പിൽ കൂപ്പുകൈകളോടെ മാഷിനെ സ്മരിക്കുന്ന ഒരു നിമിഷമായി ഇത് മാറിയിരിക്കുന്നു. കണക്ക് മാഷ് പഠിപ്പിക്കുന്ന കണക്ക് മാഷ് ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ മുട്ടുകുറയ്ക്കുമായിരുന്നു. മാഷിന്റെ ഒരു പിച്ചുണ്ട്, എവിടെയാണ് കൈയുടെ ഈ ഭാഗത്ത്. ആ പിച്ച് പേടിച്ചിട്ട് കുട്ടികളെല്ലാം ഗുണനപ്പട്ടികയൊക്കെ വെള്ളം പോലെ പഠിക്കുമായിരുന്നു. ഇന്നും മനസ്സിൽ മറന്നു പോകാൻ നിൽക്കുന്ന ഗുണനപ്പട്ടിക സോമനാഥൻ മാസ്റ്റർ അന്ന് പഠിപ്പിച്ച ആ ഗുണനപ്പട്ടിക തന്നെയാണ്. അപ്പോ അതേപോലെ തന്നെ ഓർമ്മപ്പെടുന്ന ചില ഭാഗങ്ങൾ ഇതിലേക്കും കടന്നു വരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇതുപോലെ പല ഗുരുനാഥന്മാരും കടന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് തുടർന്ന് നോക്കാം. ഉത്തരം കിട്ടില്ല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ശ്രീ രാജുവും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ചിരിക്കുന്ന പല ഹിറ്റ് സിനിമകളുടെയും ആ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് വയസ്സുള്ള ഒരു കഥാപാത്രമായിട്ടാണ് രാജുവിനെ ഇതിനകത്ത് കാണുന്നതെങ്കിലും അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ തീവ്രത ആ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരിക്കും അവർ പറഞ്ഞ ആ സംഭാഷണത്തിന്റെ വിശദമായ ഭാഗമെന്ന് നമുക്ക് കാണേണ്ടേ.
മോഹൻലാൽ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്, ചിലർക്ക് ഒരു പാഷനാണ്, ചിലർക്കൊരു ജീവിത മാർഗമാണ്. ഇതിനകത്ത് ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ് ശ്രീ മോഹൻലാൽ എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം സ്നേഹിക്കുന്ന, അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്, അദ്ദേഹത്തിന്റെ അന്നമാണ്. അത്രയും കാര്യമായിട്ട് അദ്ദേഹം ആ വാഹനം സൂക്ഷിക്കുന്നു. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ കൂടി ഒരു നായ വന്ന് മൂത്രമൊഴിക്കുന്ന ഒരു സീൻ കാണുന്നു. വളരെ രസകരമായ രീതി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രീമതി ശോഭനയും മോഹൻലാലും തമ്മിലുള്ള വളരെ ഒരു പ്രണയരംഗം പോലെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്ന ഒരു രംഗമാണ് കാണാൻ സാധിക്കുന്നത്. അതിലേക്ക് പിടിച്ച് അടുപ്പിക്കുന്ന ശോഭനയെ, തന്റെ ഭാര്യയെ എന്ന രീതിയിൽ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. വളരെ രസകരമായിരിക്കും ഈ നിമിഷങ്ങളൊക്കെ സിനിമയിൽ കാണാനെന്ന് തോന്നുന്നു. മിഥുനം എന്ന സിനിമയില് ഒരു പായിക്കകത്ത് ഉർവശിയെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പോകുന്ന ഒരു സീനുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഈ ഒരു രംഗം. ആരെയോ ചുരുട്ടി പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് ഓടുന്ന മോഹൻലാലിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. വളരെ രസകരമായ നിമിഷങ്ങളാണ് കേട്ടോ. കാറിന്റെ ഡിക്കിയിലേക്കൊക്കെ എന്തോ വലിയ ചാക്കൊക്കെ വലിച്ചിടുന്നുണ്ട്. നമ്മുടെ പഴയ ജോർജ് കുട്ടിയെ, ദൃശ്യത്തിലെ ജോർജ് കുട്ടീനെയൊക്കെ ഇടയ്ക്ക് അനുസ്മരിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളും സീനും ഒക്കെയാണ് കാണുന്നത് കേട്ടോ. ഗുണു. അതായത് ടാക്സി ഡ്രൈവർ മിക്കവാറും ടാക്സിയിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പം ഭാര്യയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ മൊബൈൽ കൂടിയായിരിക്കും. അപ്പോ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കുണു എന്ന രീതിയിലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. കളിയാക്കുന്നതായിരിക്കാം. വളരെ രസാവഹമായ രീതിയിൽ ശോഭനയും മോഹൻലാലും തമ്മിലുള്ള ആ സീൻ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ താടി തൊട്ട് കൈ ഞാൻ വെട്ടും. അല്ല അണ്ണ ഇങ്ങനെ താടി മാറ്റി അയ്യോ പാവം കളിച്ചതാ. മോഹൻലാൽ സാറിന്റെ താടിയെ പറ്റിയാണ് പറയുന്നത്. താടി വെട്ടു എന്നാ പറയുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്തൊക്കെ ശ്രീ മോഹൻലാലിന്റെ താടിയെ പറ്റി വളരെ വിചിത്രമായ രീതിയിൽ പല ചാനലുകളിലും മറ്റും വിവരണം നടത്തുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹം താടി വടിച്ചുകൊണ്ടുള്ള പുതിയ സിനിമകൾ കടന്നു വരാൻ പോവുകയാണ്. താടി വളർത്തിയാൽ അയ്യോപമം കളിക്കുകയാണോ? ഇന്ന് പ്രശസ്തരായ പലരും താടിയിൽ കൂടിയാണ് പോകുന്നത്. അത് അയ്യപ്പാപം ഒന്നും അല്ല കേട്ടോ. എനക്ക് താടി ഇരുന്ന് ആർക്കടാ പ്രശ്നോ? നല്ല തമിഴ്നാട്, തമിഴ് ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ അംബാസിഡർ കാറ് എവിടെയോ എന്തോ പ്രശ്നം സൃഷ്ടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അവിടെ എന്തോ അന്തർലീനമായിട്ട് ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവേ. എത്ര മഹാന്മാരുടെ ചന്തി പഴിഞ്ഞ വണ്ടിയാണെന്നറിയാം. അംബാസിഡർ കാറുകൾ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന വാഹനമായിരുന്നു അംബാസിഡർ. ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു. PS സന്തോഷ് കുമാർ എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്, പിള്ളച്ചേട്ടന് അംബാസിഡർ കാർ ആ കാലഘട്ടത്തിലൊക്കെ അതിലേക്കൂടെ ഓടുന്ന, ഞങ്ങളുടെ നാട് ചെറുപുഴയിലേക്ക് ഓടുന്ന അംബാസിഡർ കാർ അദ്ദേഹത്തിന്റെ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ലോട്ടറി ടിക്കറ്റുമായിട്ട് അങ്ങോട്ടേക്ക് കടന്നു വരാറുള്ള വാഹനങ്ങൾ അംബാസിഡർ ആയിരുന്നു. അതിന്റെ അടുത്ത് പോയി നിന്നാൽ ഒരു പ്രത്യേക വാസനയാണ്. അതൊക്കെ ഇപ്പൊ മനസ്സിലേക്ക് വരുന്നു. അപ്പോ ഈ സീനിൽ കാണുന്നത് വളരെ രസകരമായ അംബാസിഡറിനെ സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിന്റെ കഥാപാത്രമായിട്ടാണ് കാണുന്നത് കേട്ടോ. വണ്ടിയുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ പോലീസുകാർ കൊടുക്കുന്നില്ല. പുള്ളി അതിന് ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടിയുമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ട്. അത് തന്നെ ആയിരിക്കും ഈ കഥയുടെ
മുമ്പോട്ടുള്ള പ്രയാണത്തിന് നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ സീൻ വരാൻ പോകുന്നത്. ഇതിനകത്ത് ശോഭന കിച്ചണിൽ ഒരു ഗ്യാസ് സിലിണ്ടർ വലിച്ചു കൊണ്ടുപോയി ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സീൻ കാണുന്നുണ്ട്. അതായത് വീട്ടിലെ ഗ്യാസ് ഫിറ്റിംഗ് പോലും അല്ലെങ്കിൽ വളരെ ഭാരിച്ച ജോലികൾ പോലും ചെയ്യുന്നത് ശോഭനയാണ്. അതായത് വീട്ടിലെ മിക്കവാറും കാര്യങ്ങൾ ചെയ്യുന്നത് ഗൃഹനാഥയായ ശോഭനയാണ്, അമ്മയായ ശോഭനയാണ് എന്ന് മനസ്സിലാവുന്നു. കാരണം എന്താ, ഇദ്ദേഹം എപ്പോഴും വണ്ടിയിലാണ്, ടാക്സിയിലാണ്, സവാരിയിലാണ്. അതായത് ഉപജീവന മാർഗത്തിനായിട്ട് വണ്ടിയുമായി തന്റെ അംബാസഡർ കാറുമായിട്ട് പോകുന്ന അദ്ദേഹത്തിന് വീട്ടുകാര്യങ്ങള് ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കാനൊന്നും സമയമില്ലല്ലോ. അപ്പൊ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു അമ്മയാണ്, ഭാര്യയാണ് ശോഭനയിലൂടെ നമുക്ക് ഈ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശോഭനയുടെ തമിഴ് കേട്ടാ, മണിച്ചിത്രത്താഴിലെ തമിഴ് ഓർമ്മ വരുന്നുണ്ടല്ലോ. ശോഭന ഇതിനകത്ത് ചെറിയ തമിഴൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, കഥയുടെ മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക് തിരിയുന്ന ഒരു ഭാഗമാണ്, അതിന്റെ ഒരു സീരിയസ്നെസ്സിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാം ആവാഹിച്ചെടുക്കുന്ന ഒരു മൂർത്തിയുടെ രൂപം, അല്ലെങ്കിൽ ഒരു തെയ്യക്കോലത്തിന്റെ രൂപം, തന്റെ മനസ്സിലെ കലുഷിതമായ ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ മനസ്സിലെ ആ വൈകാരിക ഭാവങ്ങൾ ഒരു മൂർത്തിയിലേക്ക് ചിത്രീകരിച്ച് കാണിക്കുന്നതായിട്ടാണ് നമുക്ക് ശ്രീ സംവിധായകൻ മൂർത്തി ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന്റെ മനസ്സിനെ അല്ലെങ്കിൽ ദൈവചൈതന്യം അതെല്ലാം കുടികൊള്ളുന്ന രൂപങ്ങളായിട്ട്, ദൈവങ്ങൾ കോലങ്ങളായിട്ട് അല്ലെങ്കിൽ തെയ്യക്കോലങ്ങളായിട്ട് വൈകാരിക ഭാവങ്ങളൊക്കെ കാണിക്കുന്നത് ചിലപ്പോൾ ഇതുപോലുള്ള സിംബോളിക് ആയിട്ടുള്ള ദൃശ്യങ്ങളിൽ കൂടിയാണ്. അപ്പോ മോഹൻലാലിന്റെ മനസ്സിൽ കലുഷിതമായ എന്തോ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സിംബോളിക് ദൃശ്യമാണ് ആ തെയ്യക്കോലം എന്ന് നമുക്ക് മനസ്സിലാക്കാം. മഴ നനയരുത് കുട്ടിച്ച, മഴ നനയാമല്ലേ കുട്ടിച്ച. മോഹൻലാലിന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വികാരം അല്ലെങ്കിൽ ക്ഷോഭം, എന്നാൽ വേദന, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകളും മുഖവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തോ അവിടെ അദ്ദേഹം ചെയ്യുകയാണ്. ആരോ അദ്ദേഹത്തെ വേദനിപ്പിച്ച ആരോടോ അദ്ദേഹം പ്രതികാരം ചെയ്യുന്നത് പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് തുടരും. ആ മഴയത്ത് എന്തോ കാര്യമായി വന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വൈകാരികമായ എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന നിമിഷങ്ങൾ ആ ഒരൊറ്റ സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കമ്മിങ് സൂൺ അല്ല കേട്ടോ, കമ്മിങ് ടുമോറോ, മാർച്ച് 27, 2025. ഇതൊരു വിജയമായിരിക്കും ഉറപ്പ്. തരുൺ മൂർത്തി അദ്ദേഹത്തിന്റെ ജീവിത ചുറ്റുപാടുകളിൽ കണ്ടിട്ടുള്ള മനുഷ്യരുടെ പച്ചയായ ആവിഷ്കാരമാണ് അദ്ദേഹം ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് ശ്രീ മോഹൻലാലിൽ കൂടി, ശ്രീമതി ശോഭനയിൽ കൂടി, ആ ഒരു കുടുംബ പശ്ചാത്തലം, ആ ഗ്രാമത്തിന്റെ അന്തരീക്ഷം, അതുപോലെ തന്നെ മനോഹരമായ MG ശ്രീകുമാറിന്റെ ഗാനത്തിൽ കൂടി അത് അദ്ദേഹം ഇതിൽ പ്രതിഫലിച്ചിരിക്കുന്നു. നമുക്കറിയാം, വളരെ ഹിറ്റായി ഓടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. വളരെ മനോഹരമായ ഗാനങ്ങളെ കോർത്തിറക്കിയിരിക്കുന്നു. ഇതെല്ലാം തിയേറ്ററുകളിൽ ഒരു വമ്പൻ ഹിറ്റ്. എമ്പുരാനോട് ചേർന്ന് തന്നെ മറ്റൊരു സിനിമയും കൂടി നാളെ തിയേറ്ററിൽ വരാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരും ഈ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ഈ വൈകാരിക വിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഈ ഹാസ്യമായിട്ടുള്ള ആ പശ്ചാത്തലത്തിൽ കാണിച്ചിരിക്കുന്ന രംഗങ്ങൾ ഒക്കെ എന്താണെന്ന് നമുക്ക് നാളെ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക, കണ്ട് നിങ്ങൾ വിലയിരുത്തുക. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേവ് ഫാമിലി വ്ളോഗ്സിന്റെ നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നിസ്സീമമായ സഹകരണവും പ്രോത്സാഹനവും തുടർന്ന് ഞങ്ങളുടെ ചാനൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ സഹായിക്കും. നന്ദി, നമസ്കാരം.
പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? കുണൂണാന്നാ. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. இந்த தாடி யாருக்கடா பிரச்சனை? എന്താണ്? എത്ര എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. നീ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം വട്ടം കറങ്ങും. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാർ. എന്റെ കാർ കിട്ടൂല. കിളി പോവും. അന്ത ആൾക്ക് കാറ് കയ്യിലെ കെട്ടിയാ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ.